ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് അടുത്തൊരു കണ്ടന്റുമായിട്ട് വന്നത്, അല്ലേ സ്നേഹിപ്പേ? സ്നേഹിപ്പ, എന്താണ് ഇന്നത്തെ പരിപാടി? നമ്മൾ വൂൾഫ്മാനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഏതോ ഒരാളെ പിടിക്കാൻ പോയായിരുന്നല്ലോ ബൗണ്ടി ഹണ്ടിങ്ങിന്. അതാ കേട്ടോ, വോൾഫ്മാനെ പോലെ വോളേറുടെ പരിപാടി അല്ലാന്ന് തോന്നുന്നു. പിന്നെ എടാ, ഇതേത് ഇലുമിനാറ്റി ആട്ടോ ഇത് കണ്ടിട്ട്. ബ്ലാക്ക് മാജിക്. The shepherd, leader of a sect called the Seventh Generation, who believe mankind's about to Saddest. who's been gathering lost souls from far and wide, promising eternal salvation. എടാ, അവനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അവനൊരു സാഡിസ്റ്റ് ആണ്. പിന്നെ സംഭവം തന്നെ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു തെണ്ടി. അവനെ പിടിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് നല്ലൊരു മന്ത്രം അറിയാം. നിനക്ക് ഏത് മന്ത്രം അറിയാവുന്ന? നമ്മള് എല്ലാ പ്രാവശ്യവും ബൗണ്ടി ഹണ്ടിങ്ങിന് മുമ്പ് ഒരു കുതിരയിലാ പോയത്, അത് മതി. അവൻ ബ്ലാക്ക് മാജിക് ആയിരിക്കും, പക്ഷെ നമുക്ക് മന്ത്രങ്ങൾ അറിയാം, മനസ്സിലായ? ഈ ബ്ലാക്ക് മാജിക്കിനെ തടയാൻ പറ്റുന്ന ഒരു സാധനം എന്താണ് 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 എനിക്കറിയത്തില്ല, നിനക്കല്ലേ അറിയുന്നത്? പറ, എന്താണ്? നമ്മള് രണ്ടുപേരും ബ്ലാക്ക് മാജിക് വരുന്നു, നമ്മുടെ മന്ത്രം നമ്മൾ പറയുന്നു. ഞാൻ വിചാരിച്ചത് എന്തോ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ അറിഞ്ഞു പറയുവാന്ന്. എന്താണ്? എടാ, എനിക്ക് തോന്നിയതാണ് ഇപ്പൊ ഒരാൾ അങ്ങോട്ട് ഓടിപ്പോയത്. ഇല്ല, ഞാനും കണ്ടത്. എടാ, നീ അങ്ങോട്ട് നോക്കിയേ, ഇതെന്തൊരു തീപ്പന്തം കത്തിച്ച് വെച്ചിരിക്കണം. എടാ സ്നൈപ്പേ, നമ്മൾ ഇത്ര നാള് പിടിക്കാൻ പോയത് അണ്ണാനെയും മരപ്പട്ടിയൊക്കെയാണ്. ഇത് ശരിക്കും പറഞ്ഞ മനുഷ്യനൊക്കെ പറയാൻ പറ്റുവാടാ അവന്മാരെ. ഇച്ചിരി പവർ ഇച്ചിരി കൂടിയതാ. അണ്ണാനും മരപ്പട്ടിന്ന് കൈരോണ വോൾഫ്മാൻ നിന്റെ പിടിക്കെങ്കിലും അവനെ പിടിച്ച നമ്മള്. ആ മരപ്പട്ടിനെ പിടിച്ചില്ലേ? എടാ, ഇത് ഇവിടെ നിന്ന് നോക്കിട്ട് തന്നെ മൊത്തത്തിൽ ഒരു ഹൊററാടാ. ഇതെന്തോ ഒരു വേറെ ഒരു ഫീല് തോന്നുന്നു. അതെ അതെ അതെ, നേരത്തെ ഏതൊരുത്തും ഓടിപ്പോന്ന പോലെ തോന്നി. അത് തോന്നിയതാണോ? അതിന്റെ കൂടി രാത്രി സ്ഥലം മൊത്തത്തിലൊരു മൂകത. ഞാൻ പറഞ്ഞു എന്തേലും മന്ത്രമുണ്ടെന്ന്. ഇങ്ങോട്ട് അതെ, നമ്മളവരെ മീറ്റ് ചെയ്യാൻ പോവല്ല, അവരറിയാതെ വേണം അങ്ങോട്ട് പോവാൻ. നമ്മുടെ നടത്ത കണ്ടിട്ട് മറ്റേ മാസിലൊക്കെ നടന്നൊക്കെ പോവാണ്, ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു. വെയിറ്റ് ആക്കാം, നമുക്ക് വെടിയൊന്നും വെക്കാൻ നിൽക്കണ്ട. ഇവന്മാർ ഒന്നാമത് മന്ത്രവും കിന്ത്രവും ഒക്കെ നമ്മളെ അടുത്ത് എറിയും. ഷെപ്പേഡ്, ഇവ ഈ ഷെപ്പേഡിനെയാണ് നമ്മൾ നോക്കുന്നത്, മനസ്സിലായ? അവൻ എവിടെ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ ഇല്ല അപ്പൊ, അല്ലേ? ഇവിടെ ഇല്ലേ? അപ്പൊ പിന്നെ നമ്മളെന്തിനാ ഇവിടെ വന്നത്? അവൻ ഇത് തിന്നാൻ കാണിക്കണ്. അവമെല്ലാം മറ്റേ മന്ത്രം കുഴിച്ച് വെച്ചിട്ടുണ്ടാവും. ആള് വെക്കുമ്പോഴാറും എടാ, ഇവിടെ ഇല്ലെന്നല്ലേ അപ്പൊ പറഞ്ഞു. സർച്ച് ക്യാമ്പ് എന്തേലും നോക്ക്, ചിലപ്പോ കാണും. പക്ഷെ അവന്മാര് പറഞ്ഞത് തിരിഞ്ഞോ അവന്മാര് സംസാരിക്കുന്ന കേട്ടില്ലേ? അവിടെ ഷിപ്പേഡ് ഇല്ല, അപ്പൊ ഇവിടെ ഇല്ല. ഒരുപാട് അങ്ങോട്ട് പോയി. പിന്നെ അവന്മാരുടെ മറ്റേ മന്ത്രമൊക്കെ വാദിച്ചു, മറ്റേ ഭസ്മൊക്കെ എടുത്ത് കണ്ണിലെറിഞ്ഞു തരും. അളിയന്റെ എന്തില് മന്ത്രമുണ്ട്, വാ. മന്ത്രം കണ്ടാ മതി നിന്റെ മന്ത്രമൊക്കെ. അളി, നമുക്ക് വലിയ ഫൈറ്റ് ഒന്നും എടുക്കാൻ നിക്കണ്ട. എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ചടങ്ങാന്ന് തോന്നണേ. ഫൈറ്റ് എടുത്താൽ ചുമ്മാ ചാവണ്ടി വരും. ഇതില് ഫൈറ്റ് ഇല്ല, ഇതില് മറ്റേ ഭസ്മം മണ്ണെടുത്ത് നിലത്തിടുക, ചോരെടുക്കുക. എനിമ വരുമ്പോ നീ എന്തൊരു മന്ത്രം ജപിച്ചോണ്ടിരിക്കും അവിടെ. നമ്മള് ബ്ലാക്ക് മാജിക്കിനെ പിടിക്കാൻ പോണത്. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സത്യം പറഞ്ഞ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയണ, ഞാനിപ്പൊ നിന്നോട് പറഞ്ഞ എന്റേതായി എനിക്ക് മന്ത്രം അറിയാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിനക്കെന്താ അറിയാന്ന്? അല്ല എടാ, ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയണത് വെറുതെയാണ്, അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അപ്പൊ നീ നേരത്തെ കണ്ടെന്താ? ഇതൊക്കെ ചുമ്മാ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പൊ നിന്നോട് ഒരു കഥ പറഞ്ഞു, എനിക്ക് മന്ത്രം അറിയാന്ന്, നീ വിശ്വസിച്ചില്ലേ? പക്ഷെ വേറൊരുത്തം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ വിശ്വസിച്ചത്, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇല്ല, പക്ഷെ സംഭവം ബ്ലാക്ക് മാജിക് അതെന്തായാലും ആവട്ടെ. പക്ഷെ ഇവന്മാരി കൂടോത്രം അത് ഇതെന്നും പറഞ്ഞ ആൾക്കാരെ കൊന്നു എള്ളുന്നുണ്ട്. പിന്നെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് അവരെ തന്നെ വേറൊരു ലെവലാക്കി മാറ്റി. അതൊക്കെ ഭയങ്കര സീനാണ്, മനസ്സിലായ? വേണ്ട വേണ്ട, ഇപ്പൊ വൈകരണം എന്തേ? ഞാൻ അമ്മാര് മറ്റേ ബ്ലാക്ക് മാജിക് ആണ്, അമ്പെടുത്ത് എന്റെ സാമാനത്തിൽ കയറ്റും മിക്കാറും. കൈനാളി ഞാൻ പുഷ്പായിരുന്നില്ല, ഈ കൈ ആരാന്നറിയോ? ആര്? സൂര്യപുത്ര വൈകർണൻ. സൂര്യന്റെ വിളിച്ചൊടിച്ചണ്ട കറുത്ത മുഖത്ത്. കണ്ട് നീ എന്നെ ചിരിപ്പിക്കല്ലേ? അവിടെ ശാരീരിക്കണവനെ കൊന്നളാ. വെയിറ്റ് ആക്കി. എടാ, ഒന്നാമത് ഇവന്മാരുടെ പവർ എങ്ങനെയാന്ന് അറിയത്തില്ല.
വെറുതെ ആദ്യമേ പോയി അടി വാങ്ങണോ? അവന്മാര് നമ്മളെ കാണുവാണെങ്കിൽ നമുക്ക് ഫൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ അല്ലാണ്ട് സെർച്ച് ചെയ്താ പോരെ. ഞാൻ അവനെ കൊന്നയുമ്പോ നീ മറ്റേ വീഡിയോ പറഞ്ഞ തീരെ കണ്ടില്ലേ? എടാ ഒരു മിനിറ്റ് ഒരു ലോഡ് ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെ പറയല്ല, ഞാൻ അമ്പ് വിട്ട് കൊന്നാ ഇല്ല, അവനെ കൊല്ലാൻ പോവാണേ. ആ കൊല്ല്. സോങ് റെഡി അല്ലേ? നീ എവിടെ ചത്ത? കൊന്ന് അവന്റെ തലയിൽ അമ്പ് കയറി വൈകർണൻ. വൈകരണം വാ വൈകരണം. അതേല അവിടെ ഉണ്ട്, അവിടെ ഇവനെട് നോക്കട്ടെ വൈകരണനെ. ബീജെട്ട് വരെയുള്ളേ. എടാ അവിടെ എന്തോ ചെയ്യേണ്ട കാര്യമായിട്ട്. എടാ പെണ്ണിന്റെ തോക്കുണ്ടല്ലോ, ഇതാരാ? സ്വീറ്റ് വല്ലതും ആണോ നമ്മുടെ പഴയ? ഇനി മറ്റേ പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ ഇതാ. എനിക്ക് തോന്നുന്നു കേട്ടോ, നമ്മളാണ് ആ പെണ്ണിനെ ഇങ്ങനെ ആക്കിയത്. നീ ഓർമ്മയുണ്ടോ? മര്യാദക്ക് ബോയ് ഫ്രണ്ടിന്റെ കൂടെ തിരിച്ചു പോകാനുള്ള കൊച്ചാണ്. നിനക്ക് വേണ്ട ഒരു പ്രശ്നമില്ല മോളെ. സ്വീറ്റി നീ പറ, എങ്ങനെ അവളെ കണ്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു? He sent you. He sent you, didn't he? ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് പ്രേമം തരും. Come in. I can't go back to him. നീ ആരെ കൊല്ലുന്ന? ഇല്ല, ഞാൻ ആരെയും കൊണ്ടില്ല, വെറുതെ അമ്പ് വിട്ട് നോക്കിയതാ. ഞാൻ അമ്പൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ കത്തി വെച്ച് ഊളം. അതേ പറ്റത്തില്ല. റൈറ്റിലങ്ങാറ്റത്ത് മറ്റേ പുഴയിലിരിക്കണവനെ കൊന്നള കേട്ടാ. എടാ ഇത് കണ്ട്, ഈ സിമ്പിൾ ഉണ്ടോടാ, ഒരു ഇലിമിനാറ്റിയുടെ വേറെ സാധനമാണിത്. എല്ല് ലൂസിഫർ. അവനെ കൊല്ലട്ടാ, അങ്ങനെ റൈറ്റിലിരിക്കണ. ഞാൻ കൊല്ല അവനവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക. അമ്മച്ചി കണ്ടേ, അമ്മച്ചി കണ്ടാ. അയ്യോ അത് ഞാനല്ലേ? എടാ ഒരു മുട്ട അടിച്ചിരിക്കണ ഇവര് പഴടി പോയി തോന്നണം എന്റെ കൂടെ. ഇതാരാ? പെണ്ണിന് ലാസ്റ്റ് കൊല്ലാം. നിനക്കൊരു ജീവൻ ഞാൻ എന്താ മാറ്റി വെച്ചിരിക്കുന്നു പെണ്ണെ. ഇതാരാ? കൊന്ന് ചാവ്. ഇതും പെണ്ണായിരുന്നു, കുഴപ്പമില്ല. എന്നെ കണ്ടപ്പോ സ്വീറ്റിയെ പോലെ തോന്നി, അതുകൊണ്ട് മാത്രം. എവിടെ കൊന്നാ? ഇല്ല, അവളെ ഞാൻ കെട്ടിവെച്ചി. സ്വീറ്റി അവനെ ലൂട്ടണ. ഇവനെ നീ കൊന്നാ? ഇത് അവനല്ല, ഇത് ഷിപ്പേടല്ലോ. ഇതാരാ? ഇതല്ല, ഇവന്റെ എന്തോ സാധനം കിട്ടും. എന്താ കിട്ടിയത് നോക്കട്ട്. എടാ അവനെ കാണാൻ പോകാനുള്ള വഴി കിട്ടി. എടാ ഇമാർ ഇത് കണ്ടോടാ, അവര് ഇതാരാ ബേളം കിടന്ന് നോക്കുന്ന? അവളെ ഞാൻ കെട്ടിയായിട്ടിരിക്കണം. കൊന്നില്ലല്ലേ? ഒരു മിനിറ്റ്. എടാ ഇവന്റെ മറ്റേ ഇലുമിനാറ്റോ അല്ല, മറ്റേ ട്രയാങ്കിളോ അല്ല, എല്ല്. ഇവിടെ പാവടാ, എനിക്കും പാവമായിട്ട് തോന്നടാ. നമ്മുടെ ക്രൂരന്മാരാ അവരുടെ എന്തൊക്കെ. സത്യം, നമുക്ക് പുഴയിലോട്ട് കാണാൻ വല്ല കുളിക്കട്ടെ. അവള് അങ്ങോട്ട് ഇടും. എനിക്ക് അവളെ കൊല്ലാൻ താല്പര്യമില്ലടാ, നീ അങ്ങ് വിട്ടേക്ക്. എന്നെ സ്വീറ്റിനെ പോലെ. ആ ബസ് ഞാൻ പോയി. നീ എവിടെ പോയി? എവിടെ ഇറങ്ങി പോവാ? നീ തിരിച്ചു കയറി പോടാ. നീ അവിടെ എന്താ കാണിക്കുന്നത്? സോറി, സത്യം പറഞ്ഞ എനിക്ക് ഈ കൊച്ചിനെ കണ്ടപ്പോ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, സ്വീറ്റിനെ പോലെ തോന്നുന്നുണ്ട്. അത് ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ കൊച്ചിനെ കൊല്ലാത്തത്. സോറി മോളെ, എന്നോടൊന്നും തോന്നല്ലേ. എടാ സ്നൈപ്പേ, നമുക്ക് ഈ കൊച്ചിനെ കളഞ്ഞാലോടാ. ജീവനോടെ പോവാണെങ്കിൽ പോട്ട്, ചാവുവാണെ ചാവട്ട്. അല്ലേ സ്നൈപ്പേ? നമ്മുടെ മറ്റേ സ്വീറ്റ് ഓർമ്മ അല്ല, ചെലപ്പോ മറ്റേ നീ സിനിമയ്ക്കൊക്കെ കണ്ടിട്ടില്ലടാ, ഇതുപോലെ ഇട്ടിട്ട് താഴെ പോന്ന്, താഴെ ചെല്ലുമ്പോ ഒരു കൂട്ടം ആൾക്കാർ അവരെ കൊണ്ടുപോയി മറ്റേ മരുന്നൊക്കെ വെച്ച്. എത്രയോ സിനിമയിലുണ്ട്. ചിലപ്പോ അതുപോലെ എങ്ങനെ ആയാലോ. രക്ഷപ്പെട് പറഞ്ഞു പോയി, രക്ഷപ്പെട്. അവളവിടെ കല്ല് പിടിച്ചിരിക്കുന്നു. എടാ ഞാനും വരാം. ഓക്കെ വിട്ടോ. ഇനി മറ്റവന്റെ അടുത്തോട്ടൊക്കെ. അങ്ങേറെ മെയിൻ ആളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അയാളാണ്. നീ ആ വീഡിയോ നേരത്തെ കണ്ടല്ലേ, നെറ്റിയിലൊക്കെ ഇരുന്നങ്ങ് വരയ്ക്കും അങ്ങേര് എടുത്ത്. ഞാനൊരു കാര്യം പറയാം, അങ്ങേരുടെ മുമ്പിലെങ്ങാണാൻ പോയപ്പോ എട്ടാണ്ടല്ലോ നിന്റെ കണ്ണൊക്കെ കുത്തി അവനായിട്ട് കിടിലോട്ട് ഞാൻ ഇടക്കിടക്ക് ഷേവ് ചെയ്യാൻ പോണ അവിടെ താള് വരക്കും. തലയിൽ എവിടെ വേണ്ടി വരച്ചു. എനിക്ക് എന്റെ മുടിയുടെ സൈഡിൽ കണ്ടില്ല ലൈൻ ഇട്ടെന്ന പുള്ളിയാ. എന്നിട്ട് മുടിയിൽ വരയ്ക്കുന്ന കേസല്ല ഞാൻ പറഞ്ഞേ. എടാ കുത്തിയായിട്ട് മാംസമൊക്കെ പിടിച്ച് കുത്തി അങ്ങ് അരച്ചെടുക്കും നിന്നെ അവിടെ. ബാക്കിലായിരിക്കും മണ്ണുണ്ടായിട്ടല്ലേ. അല്ലെ ബ്ലാക്ക് മാജിക് കിണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർക്ക് എന്ത് മന്ത്രമൊക്കെ ജപിച്ച് അങ്ങോട്ട് നമ്മളെ ഒന്ന് മറ്റേ ഭസ്മാക്കാൻ പറ്റിയില്ലേ? വെറുതെ ബ്ലാക്ക് മാജിക് കിണ്ടിന്നൊക്കെ പറയുന്നത് വെറുതെ ഉടായിപ്പ്.
എടാ ഇന്ത്യ ബ്ലാക്ക് മാജിക് അല്ല, BS മാജിക്, അതെന്തുവാ? ബാലൻസ് നൈറ്റ് മാജിക്. അതുവരെ അത് മതി. അപ്പൊ BS മാജിക് ഇങ്ങോട്ട് അവന്റെ ഒരു മാജിക്. ഇറങ്ങിറങ്ങി, ചുമ്മാ അവന്റെ കണ്ണി പോയി പെടണ്ട. സത്യല്ലേ? എടാ ശവക്കല്ലറയാണോടാ ഇത്? അല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെന്തായാലും ലക്കിയാണ് കേട്ടോ. നമ്മൾ വന്ന സമയം രാവിലെ ആയതുകൊണ്ട് ഒരു ശാന്തി സമാധാനം ഉണ്ട്. രാത്രി കൂടെ ഇതൊക്കെ കണ്ടാ ഞാൻ ഇറങ്ങി ഓടിയാനെ പുല്ലേ. എടീ രാവിലെയാണ് രാത്രി നമുക്ക് രാവിലെ ആയിരിക്കും ഇത് രാവിലെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായ? ഇവനെ വെളിച്ചത്തിൽ പിടിക്കണം. ഇവൻ ബ്ലാക്ക് മാജിക് അല്ലേ, ഇവന് ബ്ലാക്ക് ആക്കാൻ പറ്റുമെന്ന് അറിയണമല്ല. ഇതേ മണ്ടയിലുണ്ട്, ഇന്ന് കാണിച്ചു കൊടുക്ക നമ്മൾ ആരാന്ന്. എടാ ഈ പക്ഷെ സ്ഥലം മൊത്തത്തിൽ കണ്ടിട്ടൊരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ. എടാ അവനവിടെ ഉണ്ട്. ഈ ഗുഹേന്റെ ഉള്ളിലുണ്ടവൻ. അവൻ സംസാരിക്കണെന്തോ. എന്തോ പറയുന്നു? എടാ രാത്രി ആടെ സ്നൈപ്പ്. നമ്മൾ നട്ടുച്ചക്കല്ലേടാ ഇങ്ങോട്ട് വന്നേ. നമ്മൾ വന്ന സമയം രാവിലെ ആയതുകൊണ്ട് ഒരു ശാന്തി സമാധാനം ഉണ്ട്. രാത്രി കൂടെ ഇതൊക്കെ കണ്ടാ ഞാൻ ഇറങ്ങി ഓടിയാനെ പുല്ലേ. എടാ ഞാൻ കുതിരന്ന് ഇറങ്ങിയപ്പോ നട്ടുച്ചായിരുന്നു. നട്ടുച്ച മേളിലോട്ട് നോക്ക്, മഴ പെയ്യാൻ പോണ്. മേളിലോട്ട് നോക്ക്. BS മാജിക് എന്തോന്ന് ഇന്ന് കാണാം. വാ ധൈര്യത്തോടെ വാ. നീ BS മാജിക് എന്തോന്ന് ഇന്ന് കാണാം. അത്രേ ഉള്ളു. അവന്റെ ഒക്കെ ബ്ലാക്ക് മാജിക് നമ്മള് നേരിട്ട് ചെല്ലും. അവന്റെ ഒക്കെ നെഞ്ചും ചവിട്ടി പൊളത്തി എന്ന് പോന്നുള്ളു. തോക്കൊന്നും വേണ്ട. എന്താടാ? അതെ, പിന്നെ അമ്മമാരുടെ ഏരിയ കയറിയ വെടിവെച്ച് തീർക്കടാ അവനൊക്കെ. പ്രൊട്ടക്ട് ഷിപ്പ്. അവനിവിടെ ഉണ്ട്. അപ്പൊ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നാട്ടുകാര് വേണം. അത്ര ഉള്ളടാ നീയൊക്കെ. ഇവൻ ബ്ലാക്ക് മാജിക് ഒന്നല്ല, ഇവനെ രക്ഷിക്കാൻ 500 ബോഡി ഗാർഡ് ഉണ്ടടാ. ചാവ്. അയ്യേ നമ്മള് 2 പേരെ ഉള്ളടാ. ഞാൻ എന്തോ ആരോ മൈക്കി സംസാരിക്കണേ. ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് മൈക്കി സംസാരിക്കണ അവന്റെ ഒരു ഇത് മൊണ്ണ. സത്യം. പെണ്ണുമ്പുള്ള ജീവന വേണമെങ്കിൽ ഓടിപ്പോ. ചുമ്മാ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് ജീവൻ കളയാൻ നിക്കല്ലേ നീ. എടാ ഒരുമിച്ചിരിക്കണേ. റൈറ്റിൽ ഒരു തന്നെ ഉണ്ട്, അവനെ കുട്ടി കൊന്നിട്ട് പോവാ. ഫ്രണ്ടി ഫുൾ ആക്കാരട്ടാ. ഈ ഗുഹയിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗുഹയിലോട്ട് ഞാൻ വരുന്നത്. നീ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല. യു ഓൾറെഡി. എടാ ഇവന്റെ കൂടെ ഫുള്ള് പെമ്പിള്ളേരല്ല. സത്യം, ഞാനും ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതേ. എത്ര പെമ്പിള്ളേരല്ലേ. ഈ പെമ്പിള്ളേരൊക്കെ ഇതിനകത്ത് അങ്ങ് വിശ്വസിച്ചു. എന്തോ ചെയ്യാൻ. ഇവിടെ ആരും ഉണ്ട് കേട്ടോ. ഇവിടെ ആരും ഒളിച്ചിരിപ്പുണ്ട്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ചു കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇതില് വിശ്വാസം. കുട്ടിയടാ നാട്ടിങ്ങ എന്നെ വൈകരണല്ല, വേറെ ഒരു കാട്ടുമാക്കം വെടിവെച്ചു വന്നോടാ. ഞാൻ പെങ്കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ ആ പെണ്ണിനെ എടുക്കാം. നീ അവനെ എടുത്തോ. 3, 2, 1. അവള് ഒഴിഞ്ഞു പോടാ. വൈകർണൻ ഫീമെയിൽ വെർഷൻ അത് കൊന്നോളാം. ഇവിടെ ജോജി വൈകർണ ഞാൻ. ഇവിടത്തെ ആമ്പിള്ളേർക്കൊന്നും വലിയ ഇതില്ലട്ടാ. നീ ചത്താ ഇവിടത്തെ ആമ്പിള്ളേർക്കൊന്നും വലിയ ഇതില്ലട്ടാ. ഓടാലി എറിഞ്ഞുവിട്ടു എന്നെ. എന്താ കാര്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പറഞ്ഞല്ല നെയ്മർ. അങ്കടമസി എണ്ണിച്ചോ. യു ക്യാൻ ക്യാരി. എടാ അതാണ് ആള്. അല്ല അത് വേറെ ആളാ. അല്ലടാ അവനാണ് ബ്ലാക്ക് മാജിക്കിന്റെ ആള്. വെടിവെച്ചിട്. ഇവൻ ചാവുന്നില്ലടാ. ഇവൻ മനുഷ്യനല്ലടാ. ഇവൻ ചാവുന്നില്ല. ഇവൻ എന്താ പവർ? ഒരു പവറും ഇല്ല. എന്നെ കൊല്ലറ. എന്നെ രക്ഷിക്കടാ. എന്തിനാ? ഞാൻ അതല്ലേ പറഞ്ഞു, ഇവൻ മനുഷ്യനല്ലടാ. അത് മനുഷ്യനാണ്, പക്ഷെ ഇച്ചിരി ശക്തി കൂടുതലാണ്. ഇതാരാ? ഇത് ശിങ്കിടിയാ. ശിങ്കിടികളൊക്കെ ചത്ത്. അവന് മാത്രം എന്താ ഇത്ര? അവൻ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തെന്തോ. എടാ വല്ല ഗ്രനേഡ് എടുത്ത് എറിയേണ്ടി വരുമല്ലോ അണ്ണാക്കിലോട്ട്. ഇല്ല ഇവൻ ചാവുന്നില്ലടാ. ഇവൻ എന്ത് പ്രാന്തനാണ് ഇവൻ.
എടാ ഇവൻ പ്രേതമാടാ. ഞാൻ എന്റെ മറ്റേ ആന വെടിവെക്കാൻ പോന്ന അളിയ ഞാനും വീണടാ. എടാ എന്നെ പൊക്ക് അളിയ. ഞാൻ ആനയെ വെടിവെക്കുന്ന ഗണ്ണ് വെച്ച് വെടിവെച്ചിട്ടാണ് അവനൊന്ന്. ഇവനാണ് ബ്ലാക്ക് മാജിക്. എനിക്ക് അറിയാമല്ലോണ്ട് ഇവൻ എന്തിന് ബ്ലാക്ക് മാജിക് എന്നാ പറയണ. അവൻ കിൽമി ഡെവിൽ എന്ന് പറഞ്ഞവൻ. എന്ന് വെച്ചാൽ അവനെ കൊന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എളുപ്പമായിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചത് അവൻ പറ്റി. അവനെന്തിനാ അങ്ങനെ ചോദിച്ചത്? അവനെന്ത് ചോദിച്ചേ? കൊന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് പോവോന്നൊന്ന് നോക്കാൻ. എന്ന് വെച്ചാ അവനെ കൊന്നതിന് നിങ്ങൾ ഇവിടുന്ന് പോവോന്ന്. അപ്പൊ അവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് ഈ പട്ടി പറയുന്നത് നമ്മളോട്. അതൊന്ന് കാണണല്ലോ. നമ്മളിതല്ലേ ഇതിന്റെ അപ്പുറം കണ്ടവരാ. അത്രേ ഉള്ളു. എടുത്തോണ്ട് വേടാ അവന്റെ ബ്ലാക്ക് മാജിക്കും കണ്ടിയാക്കാൻ. ആരോഗ്യം പിടി വെക്കണം. അത് കുഴപ്പം ഞാൻ നോക്കിക്കോളാം. നീ വാ. ഇതേതോ ഇതെന്താ വേറെ പരിപാടി കേട്ടോ. ഇത് ഫുള്ള് പെണ്ണുങ്ങള്. ഇവൻ എന്നിട്ട് ഈ ഗുഹയ്ക്കകത്ത് എന്തോന്ന് പരിപാടി? കോഴി. ഇവൻ കോഴിയടാ. ഇവൻ കാട്ടുകോഴി. എടാ ഇത് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞു. നമ്മ വെടിവെക്കണം. ഇല്ലെങ്കിൽ ഇത് പ്രശ്നം. അതെ എടാ ഒരു പെണ്ണുമ്പള് അമ്പിട്ട് കൊന്നടാ എന്നെ. കോടാലെടുത്ത് വെട്ടിയടാ. അതേന്നെ ചെയ്തു. എറിഞ്ഞു വിട്ടതല്ലേ. ആനേനെ കൊല്ലാന്ന ഗണ്ണെടുക്കളി ഞാന്. വെട്ടാനൊന്നും പറ്റത്തില്ല. എടാ മുട്ടൂത്തി അവൻ. You have earned my death. Will you take it and എന്തോ നമ്മളെന്തോ ചെയ്യുന്നൊക്കെ പറയണ. ഓ kill me devil ന്ന്. അതെടാ തീർത്തേക്ക. സ്നൈപ്പേ എന്റെ 100ാമത്തെ കില്ലായിരുന്നടാ ഇവൻ. സൈഡ് എഴുതി കാണിച്ചു റിവോൾവർ വെച്ചിട്ട്. ഒന്ന് 100 കില്ലൊക്കെ കാണിച്ചൊന്ന് മാസായി ഇങ്ങനെ വരുമായിരുന്നു. കോടാലിക്ക് പണ്ണിക്കളഞ്ഞവനല്ലേ. ചോരക്ക് ചോര. അത്രേ ഉള്ളു. അളിയാ നല്ല അടി കിട്ടുന്നുണ്ട്. എടാ വന്ന് എറിയുന്ന അമ്മമാര്. എടാ മരിച്ചിട്ട് സീനാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കോളിയോ എങ്ങനെയൊക്കെ എടുത്തു. വാ അവരുണ്ട്. മേപ്പ നശിപ്പിക്കണം. തീർന്നില്ലേ? എടാ ഇവിടെ ആരും ഉണ്ടോ? എടാ ഫുള്ള് ഡാർക്കടാ ഇവിടെ. ഒന്നും കാണാൻ വയ്യ. എങ്ങനെ ഇത്ര ഇരുട്ടായത്? അവനെടുക്കും. അവന്റെ താളം ഉണ്ടല്ലോ. അവനെന്ത് പറഞ്ഞ നമ്മളെന്ത് ഇവിടെ നിന്ന് അവനെ കൊന്നിട്ട് തിരിച്ചു പോകത്തില്ലെന്ന്. അവനെ കൊല്ലുകയും ചെയ്ത് അവന്റെ കൂടെ ഉള്ളവന്മാരെല്ലാം തീർക്കുകയും ചെയ്ത് ഇനി അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. എന്റെ കുതിര ഇവിടെ വാടി മള. എന്തൊക്കെ പേടിയുണ്ടോടി മള. വാ നീ അവന്റെ കുതിര കയറ്റി. ഇവനൊക്കെ എന്തോ ഇവിടെ എന്താണ് ഇങ്ങനൊക്കെ ഇടിവെട്ടുന്ന പ്രത്യേക തരം ഇടിയല്ലേ. അന്തരീക്ഷത്തിനൊക്കെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോടാ സ്നേഹിപ്പേ. കാല് പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോനും വിഷയമല്ല. വള്ളോമ്പരം കലന്ത് കുട്ടിയാച്ചാൽ വിഷ്ണു തല്ലുപിടിയില്ല മാധവനുണ്ണി. അത് ഈ ചെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നീ പറയണമെങ്കിൽ വരാൻ പറ നായിന്റെ മക്കളോട്. നോക്കിയൊക്കെ വന്നേ നീ. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ തന്നെ കുതിര ഇടിച്ച് വീണവൻ. ഇപ്പൊ ഇത് നമ്മൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. ബ്ലാക്ക് മാജിക് ആണ്. വെറുതെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന സാധനമൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. ബ്ലാക്ക് മാജിക് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ അടിച്ചു. നീ കാണിക്കുന്നത് അതിനകത്ത് പോയി കയറ. എന്താ പേടിയുണ്ടോ? എന്തോ ഇതൊക്കെ ഒരു ബ്ലാക്ക് മാജിക് ആണ്. ഇത് പ്രശ്നമൊന്നുമില്ല. ഇതൊരു പ്രശ്നം ഞാൻ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ പിടിച്ചതിൽ വൂൾഫ്മാൻ ആണ് കേട്ടോ. ഇത് വിഷയമുള്ളത്. അത് ഇച്ചിരി വിഷയമായിരുന്നല്ലേ വൂൾഫ്മാൻ. ഇവിടെ എന്തുവാടോ എന്തോ ഭയങ്കര ലൈറ്റർ എന്തെങ്കിലും കിട്ടുവാടോ അതിനകത്തോന്ന്. ഇങ്ങോട്ടോ എന്താ പറ്റി? എന്റെ കൂടുതൽ ചത്ത ശവളെ. ഇങ്ങനെ പേടിക്കില്ല സ്നേഹിപ്പേ. ബ്ലാക്ക് മാജിക് ഒന്നും ഇല്ല. പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനൊക്കെ ഇടിവെട്ടു. ഇതെന്ത് ഒരു നിക്കുന്നില്ലല്ലോടാ ഇടിവെട്ടാലൊന്നും.
കുഴപ്പമില്ല ആള് ചത്തല്ലേ, ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല. ജീവൻ ഉണ്ടെങ്കിലല്ലേ ഇവനെ കൊണ്ടത്. ജീവൻ ഉണ്ടായപ്പോഴേ നമ്മളൊന്നും ചെയ്യാൻ ജീവനുള്ളായപ്പോ പേടിച്ചില്ല, അപ്പോഴാണ് അവനൊക്കെ ചാവുമ്പോ. അവന്റെ ഒക്കെ മാടത്തി കല മറ്റേ ഗുഹയെ കയറിയല്ലടാ അവനെയൊക്കെ എടുത്തത് നമ്മള്. പിന്നെ എന്തൊരു പോത്ത് കാളയ സിമ്പിളായി. ഇതൊക്കെ എന്താടാ നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ ദീപ. ഇവനല്ലേ ഇവന്റെ അപ്പന്റെ അപ്പൂപ്പം വരെ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അവന്റെ മടയിൽ പോയി ഭസ്മം നോക്കും. ഇനി സായിപ്പ നീ ആദ്യം പറഞ്ഞ ഒരു മന്ത്രം ഉണ്ടെന്ന് അത് പറഞ്ഞില്ലല്ലോടാ നീ. എന്തൊരു മന്ത്രം? നീ എന്തൊരു മന്ത്രം പറയുന്നൊക്കെ പറഞ്ഞ് ഇവനെ കാണുമ്പോ. എടാ അവന് അതല്ലേ മെസ്സി എന്ന് പറഞ്ഞപ്പോ ബാക്കി നമ്മൾ വിളിച്ചത്. മെസ്സിയാ? ആ അവന്റെ മന്ത്രം കേട്ടില്ലായിരുന്നാ? മെസ്സി 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 എന്ന് നമുക്ക് പറഞ്ഞല്ലോ. നെയ്മർ നെയ്മർ അങ്കട മെസ്സി അങ്കട മെസ്സി അങ്കട മെസ്സി. ഈ തലേന്ന് പുറത്ത് കാണിക്കല്ലടാ ഇപ്പൊ.